ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രിൻസ്. ഞാനും എൻ്റെ ചാനലിൽ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക്. ഇത് ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോയുടെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഞാൻ ആ നറുക്കെടുപ്പ് പാണ്ടിക്കാട് കുഞ്ഞൻ നടത്തിയ നറുക്കെടുപ്പിൻ്റെ കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതുപോലെ പൊതുവെ നടക്കുന്ന നറുക്കെടുപ്പുകൾ, അതിൻ്റെ പ്രശ്നങ്ങൾ. ഇതിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന 3 വീഡിയോകളാണ്. അതായത് ആദ്യത്തെ വീഡിയോ ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി ആ നറുക്കെടുപ്പ് നടത്തുന്ന വീഡിയോ ആണ്. അപ്പൊ അത് ഓൾറെഡി വേറെ ചാനലുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാലും ഒന്നും കൂടെ കാണുക, അതിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ദയവായി അത് കാണുക. അത് കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത 3 വീഡിയോയും കാണുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയും ഞാൻ ചെയ്യുന്ന കോണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാം. ആ നറുക്കെടുപ്പിന്റെ വീഡിയോ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു കാണും. അപ്പൊ അതില് ആദ്യം പാണ്ടിക്കാട് കുഞ്ഞൻ നറുക്കെടുക്കുന്നുണ്ട്. കുറെ നേരം കൈ അടിയിലേക്ക് കൊണ്ടുപോയി അത് തപ്പി ആ ഒട്ടിച്ചു വച്ചേക്കുന്ന എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ നറുക്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതെടുക്കുന്ന നാസറും ചെയ്യുന്നുണ്ട്. മൂന്നാമതെടുക്കുന്ന ആള് ഈ പ്ലാനിലുള്ളതാണെന്ന് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പുള്ളി നറുക്കെടുക്കുന്ന രീതിയുടെ ഒരു പ്രത്യേകതയും ബാക്കി 2 പേര് ചെയ്ത രീതി ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ നിന്ന് തന്നെ ഇതൊക്കെ ശുദ്ധ കള്ളത്തരമാണ്. ഇത് മാത്രമല്ല, ഇതിൽ പല തെളിവുകൾ ഈ പ്രശ്നത്തിൽ വന്നിട്ടുണ്ട്. ബാക്കി വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് ശുദ്ധ തട്ടിപ്പാണെന്നുള്ളത്. ഇനി ഈ നറുക്കെടുപ്പ് കഴിഞ്ഞ് അടുത്തതോ അതിന്റെ അടുത്ത ദിവസം 2 ദിവസങ്ങൾക്കുള്ളിലോ എന്തോ നടക്കുന്ന ഒരു ആഘോഷത്തിന്റെയാണ് അടുത്തൊരു വീഡിയോ. അത് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അടുത്ത വീഡിയോ കണ്ടല്ലോ. ഇപ്പോൾ ഇത്രയും വലിയൊരു പറ്റിപ്പ് നടത്തി മലയാളികളെ പറ്റിച്ച ഒരു വ്യക്തി തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇത്രയും കോൺഫിഡൻസോടെ ആഘോഷിക്കണമെങ്കിൽ അത്രമാത്രം അവർ പ്ലാൻഡ് ആയിരുന്നു, അത്രമാത്രം വരുമാനം അതിൽ നിന്നുണ്ടാക്കി. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ പ്രശ്നം എന്നെ ബാധിക്കുന്നതേ അല്ല എന്നുള്ള വിധത്തിലാണ് അതിൽ ആ വ്യക്തി പെരുമാറുന്നത്. കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കണം. അവർ ഈ ആഘോഷങ്ങളിൽ ഇത്ര കാര്യമായി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു പങ്ക് അവരും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത്, ഈ ആഘോഷത്തിനിടയിൽ ഒരു യൂട്യൂബർ ഇദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് നമ്മുടെ മലയാളികൾ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി പുച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് പുള്ളി കൊടുത്തിട്ട് പോകുന്നത്. അപ്പൊ അതൊന്ന് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. എന്തോ ഒരു മഹാകാര്യം ചെയ്ത രീതിയിലുള്ള ഒരു സംഭാഷണം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അതും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇനിയും ഒരു വീഡിയോ കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. അടുത്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ
നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിയും പാണ്ടിക്കാട് കുഞ്ഞനും അതേ ഫംഗ്ഷനിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് ആ, നടത്തുന്ന ഒരു സംഭാഷണം. അതിൽ കിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, അതായത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി. അതിൽ നിന്ന് പാണ്ടിക്കാട് കുഞ്ഞിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്ന് സായി പറയുന്നുണ്ട്. അപ്പൊ ഇത് സസ്പെൻസോ എന്നുള്ള രീതിയിൽ ഒരു പുച്ഛഭാവത്തില്, വളരെ പുച്ഛഭാവത്തില് നാട്ടുകാരുടെയും അയാളുടെ സബ്സ്ക്രൈബേഴ്സിന്റെയും സായിയുടെയും മുഖത്തടിക്കുന്ന രീതിയിൽ ഒരു സംസാരിച്ച് നിർത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലായി കാണും. അപ്പോ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് 7 ലക്ഷത്തിലധികം ഫോളോവേഴ്സ്. അപ്പം എന്തുമാത്രം നമ്മുടെ സമൂഹം ഇതുപോലുള്ള കോമാളിത്തരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോ ഇതിന്റെ പേരിൽ ഞാനും ഈ പറയുന്ന വ്യക്തിയുടെ എല്ലാ ചാനൽസും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതും ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് അടുത്ത വീഡിയോയിൽ ഞാനൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.